എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ കേരളക്കാരാണ്, പക്ഷെ താമസിക്കുന്നത് തമിഴ്നാട്ടിലുള്ള മധുരയിലാണ്. സ്വാഭാവികമായിട്ടും രണ്ട് ഭാഷ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിൽ മലയാളമാണ് സംസാരിക്കുന്നത്, പക്ഷെ പുറത്തിറങ്ങി നമുക്ക് എന്തെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ തമിഴ് സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചില കേസുകളിലൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ മദർ ടങ് ആയിട്ട് നമുക്കൊരു ഭാഷ ഉണ്ടെങ്കിലും നമ്മൾ പുറത്തിറങ്ങി എവിടെയെങ്കിലും പോവുകയാണെങ്കിലോ ഇനി അതല്ല നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കുകയാണെങ്കിലും നമുക്ക് ഏതൊരു കാര്യം സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കരിയറിലേക്ക് നന്നായിട്ട് കുട്ടികൾക്ക് മൂവ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഈ ഒരു ഇംഗ്ലീഷ് എന്നൊരു ലാംഗ്വേജ് എങ്കിലും നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഇംഗ്ലീഷ് ടീച്ചേഴ്സൊക്കെ നമുക്ക് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റോറിയോ കഥയൊക്കെ പിന്നെ അവർ ഇംഗ്ലീഷിൽ വായിക്കുന്നു, മീനിങ് പറയുന്നു. നമ്മൾ അങ്ങനെയാണ് പഠിച്ചു പോന്നിട്ടുണ്ട്. ടീച്ചേഴ്സ് തന്നെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് പറയാറുണ്ടായിരുന്നില്ല. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ പേരൻസ് ആയി നമുക്ക് ഇതിനെക്കുറിച്ച് ഇപ്പൊ നന്നായിട്ട് ബോധ്യമുണ്ട്. അപ്പോൾ ഇനി വളർന്നു വരുന്ന ഒരു ജനറേഷൻ നമ്മുടെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ ഇപ്പോൾ ഒരു പാരൻസ് മനഃപൂർവ്വം പിന്നെ നമുക്ക് അറിയുന്ന ചെറിയ ചെറിയ ഇംഗ്ലീഷ് നമ്മൾ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ അത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നമുക്ക് അത് അവരുടെ ഒരു ഭാഷ, അവർ പഠിക്കേണ്ട ഒരു ഭാഷ തന്നെയാണ് എന്നൊരു ബോധം, ഒരു ഫീലിംഗ് ഒക്കെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് ഈ ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു വാചകങ്ങളിൽ നിന്ന് നമുക്ക് അവരുടെ ആ ഒരു ഇഷ്ടം, ആ ഒരു ലാംഗ്വേജിനോടുള്ള ഒരു ഇഷ്ടം അവർക്ക് അത് അവരുടെ മനസ്സിലത് ഒരു പിന്നെ ഇത് ഞാൻ പഠിക്കേണ്ട ഒരു ഭാഷയാണെന്നുള്ളൊരു ഫീലിങ്ങും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ എനിക്കറിയുന്ന ഇംഗ്ലീഷ് വെച്ചിട്ട് ഞാൻ കുട്ടികളോട് സംസാരിക്കാറുണ്ട്. പാരൻസ് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം കുട്ടികൾ അത് ഫാസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാനും അവർ നന്നായിട്ട് പറയാനും ഈ ഒരു പിന്നെ ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്ത ഒരു പാരൻസ് ആണെങ്കിൽ എന്തായാലും ഈ കാലഘട്ടത്തിലുള്ള ഒരു പാരൻസിന് ചെറിയ ചെറിയ ഇംഗ്ലീഷ് വേർഡ്സുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങളായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഒരു മടിയും കരുതേണ്ട ആവശ്യമില്ല. നിങ്ങളെ കുട്ടികൾ അവരുടെ കരിയറിൽ അവർക്ക് ഒരുപാട് ചാൻസസ് നഷ്ടപ്പെടാതിരിക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾ ഏതൊരു കാര്യത്തിനെ കുറിച്ച് സെർച്ച് ചെയ്ത് പഠിക്കുന്ന ഒരു കാലത്ത് പിന്നെ അതിനെക്കുറിച്ച് കുട്ടികൾക്ക് പിന്നെ ഒരു ബ്ലോക്കും ഇല്ലാതെ ഫാസ്റ്റായിട്ട് കുട്ടികൾ അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇംഗ്ലീഷ് ഭാഷ അവർ ചെറുപ്പത്തിൽ തന്നെ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധ വെച്ചാൽ മതിയാവും. നമ്മളെപ്പോലെയല്ല നമ്മളെ കുട്ടികൾ, അവർ കുറേ ഇങ്ങനെ ഇംഗ്ലീഷൊക്കെ കേൾക്കുന്നത് കൊണ്ട് അവർക്ക് നമ്മളെക്കാളും ഫാസ്റ്റായിട്ട് പഠിക്കാൻ പറ്റണമെന്നാണ്. അത് എൻ്റെ ഒരു അനുഭവം കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യൻ്റെ ഹോം സ്കൂളിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ അവനോട് ഇങ്ങനെ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാറുണ്ട്. അവന് അത് കുറേയൊക്കെ മനസ്സിലാവും. അവന് കളിക്കുന്ന സമയത്തൊക്കെ അവന് അതുപോലെ പ്രതികരിക്കും. അപ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് എത്ര കുട്ടികൾ കൊടുക്കുന്നുണ്ടോ അത് അത്ര പോലെ നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ചെറുത് നിങ്ങൾ തുടങ്ങുക. ഇപ്പോൾ പിന്നെ ഞാൻ എക്സാമ്പിളിന് ഞാൻ ചെറിയൊരു ക്ലാസ്സാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ ഒരു പാരൻസിന് അവരുടെ ഐഡിയക്ക് അനുസരിച്ച് അവരായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ നമ്മുടെ വീട്ടിലുള്ള മറ്റംഗങ്ങൾ എന്ത് വിചാരിക്കുന്നു, അല്ലെങ്കിൽ പ്രായമായവർ പിന്നെ എങ്ങനെ നോക്കിക്കാണും, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കുട്ടികൾക്ക് ഇത് നിർബന്ധമായിട്ടുള്ള ഒരു ഭാഷയായി മാറി എന്നതുകൊണ്ടാണ് നമ്മൾ ഇതെന്ത് ചെയ്യണത്, കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ പിന്നെ മുന്നോട്ട് ഇറങ്ങുന്നത്. ചില മംസുകൾ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അവർക്കൊരു രസമാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളെ നമുക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവര് ചിലപ്പോൾ അതിന് പിന്നെ പെട്ടെന്ന് റെഡി ആവും. ചില സമയത്ത് കുട്ടികൾ ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അവർക്ക് ഒരു രസമാണ് അതിന് വേണ്ടിയിട്ട് കേട്ടോ. അതെ, വാട്ട് ഈസ് ദിസ്? Yes, this is a mirror. Okay. Adi? Yes, Adi. And me. Okay, this is Adi. Okay. Adi. Hi. Say hi. Okay. How are you? Fine. Okay, thank you. നീ എന്നൊക്കെ പറഞ്ഞിട്ട് Hi. എങ്ങനെയുണ്ട്? അവ എങ്ങനെ ചോദിക്കാ? How you? അങ്ങനെ ചോദിക്കണം. How are you? Yes. നീ പറ, ഐ ആം ആദി, ഐ ആം ഫൈൻ എന്നൊക്കെ പറ. Fine. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം പറഞ്ഞല്ലോ. അതിന് ഇപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ ആദ്യം എന്തൊക്കെ കാണുന്നുണ്ട്? ഐസ് ഉണ്ട്, നോസ് ഉണ്ട്, അല്ലേ? അതൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം എങ്ങനെയാ പറയാ? ഐ ഹാവ് 2 eyes. പറഞ്ഞോക്ക. ഐ ഹാവ് അങ്ങനെ പറയണം. എനിക്കുണ്ട് അങ്ങനെ പറയണം. ഐ ഹാവ് 2 eyes. Have 2 eyes എന്ന് പറഞ്ഞോക്ക. I have 2 eyes. I have a nose. I
have the nose. I have ears. I have ears. I have hand. I have hand. Okay. പിന്നെ do you have brothers? Do you have brothers? Yes. Yeah. How many brothers you have? How many brothers do you have? Huh? That is Yes, correct. Eh? 2 or 3? two. 2. Only 2 brothers you have? Yes. No, 3 brothers you have. Ishanka, Pinukaka, Razi. Abimilia. No, we are not brothers. We are your parents, mother and father. Okay. Okay, understand? Yes. Yeah, Understand. Okay. And okay, next question. Mother. Mother. ഒരു ഒരു mother തന്നെ ഉണ്ടാവുള്ളൂ. Your friends. ഫ്രണ്ട്സോ Yeah. Your friends. സാനുഫിനു ഷാനുക്കാക്ക, ഫിൻക പിനുക്കാക്ക, ദാവി രാജി, അബ്ബ അബ്ബ. Okay. What is your favorite games? What do you like to play? ടിക്കറ്റും Yeah, cricket. Hey, cricket and animals. Yeah, okay. Super. Okay, and പിന്നെ വണ്ടി കളിക്കാൻ നല്ല ഇഷ്ടം. okay. വണ്ടിയിട്ട് കളിക്കാൻ ഇഷ്ടമാണ് അല്ലേ? അപ്പൊ അങ്ങനെ പറയാം, I like to play. I like to play with toys vehicle അല്ലേ? Toys car. Okay. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പൊ we can share. We can share. And the next question, can you talk in English? No. Yes. Can you talk? ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ട്. Yeah, so I can talk in English എന്ന് പറയണം. I can say I can talk in English എന്ന് പറ. Okay. I can talk I can talk in English. Super. Very good. സിബിലിങ്സിനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പിന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് നമ്മൾ ഇങ്ങനെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ പിന്നെ നമ്മുടെ പ്രൊനൗൺസിയേഷനൊക്കെ പ്രശ്നമാണ്. പക്ഷെ അതൊക്കെ ശരിയാക്കി എടുക്കണം. ഞാൻ പഠിക്കണം, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ശരിയാവുമായിരിക്കും. പക്ഷേ നമ്മൾ ഇതുവരെ കുറെ കാലമായിട്ട് നമ്മൾ പറഞ്ഞു വന്നിരുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ പക്ഷെ അവര് ഉപയോഗിക്കുമ്പോൾ നല്ല മാറ്റമുണ്ട്. അപ്പോൾ അത് വരണമെന്നുണ്ടെങ്കിലൊക്കെ എന്തെങ്കിലും കുട്ടികൾ പറയുകയും അത് കേൾക്കുകയും ഇംഗ്ലീഷ് കേൾക്കുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള പിന്നെ സ്റ്റോറികളൊക്കെ കുട്ടികൾ കാണാൻ പറ്റുന്ന സ്റ്റോറികൾ സ്ക്രീൻ ടൈം കൊടുക്കുമ്പോൾ എന്തായാലും കൊടുക്കാതിരിക്കൂലല്ലോ. അപ്പോൾ അങ്ങനത്തെ സമയങ്ങൾ കൂടെ അപ്പോൾ അവർ ഇതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഒരു വേർഡ്സുകൾ ക്യാച്ച് ചെയ്യും, പിന്നെ അതിൻ്റെ ആ ഒരു ഉച്ചാരണം എങ്ങനെയാണെന്നുള്ളത് ക്യാച്ച് ചെയ്യും. അപ്പോൾ അവരതൊക്കെ പറയാനുള്ള ചാൻസാണ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചിട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ ആരെങ്കിലും ഇപ്പോൾ ഹിന്ദി ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഹിന്ദി ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയ പോലെ അങ്ങനെയുള്ളവർക്ക് അത് ഉപയോഗപ്പെടുന്നുണ്ടാവാം. അതായത് പിന്നെ ഒരിക്കലും ഞാനിപ്പോൾ തമിഴ് പഠിച്ചിട്ടല്ലല്ലോ തമിഴ്നാട് സംസാരിക്കുന്നത്. ഒരു നാട്ടിൽ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ലാംഗ്വേജ് എന്ത് ചെയ്യും, പെട്ടെന്ന് പഠിക്കും. അത് നമ്മൾ അവിടെ നിൽക്കുകയും പിന്നെ ആൾക്കാരായിട്ട് നമ്മൾ മിങ്കിൾ ആവുന്നതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് പഠിക്കും. അതുപോലെ തന്നെ ആയിരിക്കും ഹിന്ദി. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് നമ്മൾ ഇപ്പോഴെങ്കിലും പിന്നെ നമ്മൾ ഈ ഭാഷ കൈകാര്യം ചെയ്യുന്ന ക്ലാസ്സിൽ ആ ഭാഷ മാത്രം സംസാരിക്കുകയും എഴുതാനും വായിക്കാനും പഠിപ്പിക്കുകയും ആ ഭാഷ നന്നായിട്ട് ക്ലാസ്സിൽ ടീച്ചേഴ്സും കുട്ടികളും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ മാറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അല്ല നമ്മളൊരു ഭാഷ കുറേ പഠിക്കുകയും അത് പറയാനും കഴിയാതെ വരികയും ചെയ്യുക എന്നുള്ളത് പറയുന്നത് അതൊരു വിരോധാഭാസം തന്നെയാണ്. അപ്പോൾ
നമ്മള് പിന്നെ നമ്മളെ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് നമ്മളെ കേരളക്കാരെ മാത്രം പ്രശ്നമല്ല, ലോകത്തിലുള്ള എല്ലാവരുടെയും പ്രശ്നമാണ് ഇംഗ്ലീഷ് നിർബന്ധമായിട്ടും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മളും ചിന്തിച്ച് തുടങ്ങണം. നമ്മളെ ജനറേഷനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു രീതിയിലേക്ക് വളർത്തിയെടുക്കും കൂടെ വേണം. കാരണം രണ്ട് ഭാഷ കൈകാര്യം നിർബന്ധമായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നതും ഒന്ന് നമ്മുടെ മദർ ടങ് ആയിട്ടുള്ള ഭാഷ കൈകാര്യം ചെയ്യുക എന്നുള്ളതും നിർബന്ധമാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു വീഡിയോ കൂടി കാണിച്ചു തരുന്നത്. അവര് ഇപ്പൊ ഭയങ്കര ഇംഗ്ലീഷ് അറിഞ്ഞിട്ടല്ല ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊന്നും പറയുന്നത്, അങ്ങനെ എനിക്കിതൊന്നും പറയാൻ പറ്റൂല. ഇപ്പൊ അവര് കളിക്കുന്നതിന്റെ ഇടയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പൊ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, അതൊക്കെ ഓട്ടോമാറ്റിക്കലി ശരിയാവും. അവരുടെ പഠനത്തിന്റെ പിന്നെ എഴുത്തിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് അത് മാറി വരും. അപ്പൊ നമ്മൾ ഇത് പറയാനുള്ള ഒരു സോൺ ഉണ്ടാക്കിയെടുക്കുക, ഒരു പറയാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, എന്ന് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. You know small and big? Small and big? You know small and big? I am going to. Yeah. Okay. We can play. With the blocks. I have an idea. Come. Idea. I have an idea. Hey, what are you doing, man? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 23, 24, 25, 26. It's so super. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. It's for you. It's for you. 11. It's for you. Thank you, Ari. Thank you. It's for. Block. Yes. Come. Yeah. Okay. I can make a bridge. I will. Okay. 3. 6. Oh. Okay. Thank you. Wow. No boss. There is a block for you and me. I forgot. You forget? I forgot. You know what meaning of forget? Oh, I know. It is wrong. Oh, please don't hit me. Oh, it will broke. Don't throw that. Hey, what are you doing? What are you doing? Don't throw this one, okay? This one. Tissue. Low battery. What is the sound? No. This is yes, correct answer. Please give me. Please give me. Oh no. What is that? Okay. It's for you. Wow. Hammer. I'm making for you. Ding. It's so strong. Oh, basically for all, I can meaning the English.
you. It's okay? Okay. Happy. 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 Yay! Bye friends. Bye everyone. Bye. Like ചെയ്തു. Comment. ഇഷ്ടമായി കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ബൈ.